നിങ്ങൾ കോഴി നിറച്ചത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മിക്സിയുടെ ജാറിലേക്ക് ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫുൾ ചിക്കനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ളിലും എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള മസാല റെഡിയാക്കാം. നമുക്ക് ഒരു ഒണിയനും ടൊമാറ്റോയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മസാലക്കൂട്ട് ചേർക്കാം. 1 മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചിക്കൻ ആയതുകൊണ്ട് 1 മുട്ട മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള സ്റ്റെപ്പ് കുറച്ച് സീനാണ്. നമ്മൾ നിറച്ചിരിക്കുന്ന മസാല ചിക്കൻ്റെ ഉള്ളിൽ നിന്നും ചാടിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് തുന്നി ചേർത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. ഒണിയനും ടൊമാറ്റോയും നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ വെന്ത വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനും ഇട്ട് ആ ഗ്രേവി അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സൂപ്പർ ചിക്കൻ നിറച്ചത്, കോഴി നിറച്ചത് റെഡിയായി. ഞാനിതിൻ്റെ കൂടെ കോമ്പിനേഷനായി കഴിക്കാനെടുത്തത് നല്ല ചിരട്ടപ്പുട്ടാണ്. അങ്ങനെ കഴിച്ച് വന്നിരിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ വെച്ച മുട്ടയുടെ കാര്യം ഓർത്തത്. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.